വിനു'സ്ലൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കശുവണ്ടി കറിയുടേതാണ്. എന്നും പറയുന്ന പോലെ എളുപ്പമുള്ളൊരു കറി അല്ലിത്. ഇതുണ്ടാക്കാൻ നമുക്ക് കുറച്ച് സമയം ആവശ്യമാണ്. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുന്ന ഒരു കറിയാണിത്. പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി. ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം ഈ എണ്ണയിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ. നമ്മൾ തീ ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ മുഴുവൻ കരിഞ്ഞു പോകും. ഈ തേങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറിക്ക് യാതൊരുവിധ ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുക. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു അര സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിന് ചേർത്ത് കൊടുക്കണം. ഞാൻ സാധാരണ സവോളയും കറിവേപ്പിലയും തേങ്ങ ഒരു പകുതി മൂത്ത് കഴിയുമ്പോഴാണ് ചേർത്ത് കൊടുക്കാറ്. അങ്ങനെ ചേർക്കുമ്പം നമുക്ക് ആ സവോളയുടെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും കറിക്ക്. സവോളയും കറിവേപ്പിലയൊക്കെ കരിഞ്ഞു പോകത്തില്ല. ഇതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒരു 80% കൂടി വറുത്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് ഒരു 80%ഓളം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒത്തിരി ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്കൊരു അതിൻ്റെ ഒരു മല്ലിപ്പൊടി ഒരു കുത്തലായിരിക്കും. അപ്പോൾ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇത് ഏകദേശം 2 കിലോയോളം കശുവണ്ടിയുടെ കറിയാണിത്. പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 1 മിനിറ്റോളം ഇതിനെ ഒന്നും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരും. അതിന് ശേഷമാണ് നമ്മളിതിനെ മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ പൊടിയും ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചട്ടിയിലിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം. ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ അരപ്പെല്ലാം കരിഞ്ഞു പോകും. അപ്പം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തു. ആദ്യം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം അല്പാൽപ്പം വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യം ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കശുവണ്ടി റെഡിയാക്കി എടുക്കണം. അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് നമുക്കതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പെട്ടെന്നൊന്നും നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ മറ്റൊരു കറിയുടെ ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച കശുവണ്ടി കറിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ തോടെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്താണ് നമ്മളിതിനെ അടുപ്പത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിവിടെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു അര സവോള, നേരത്തെ എടുത്ത സവോളയുടെ ബാക്കി സവോളയും കൂടെ അരിഞ്ഞിടുക. അതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതൊരു 1/4 വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. മസാല ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് കൊഴുപ്പുണ്ടാവില്ല. അപ്പം കുറച്ച് വെള്ളം ചേർക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളത്തോളം മതിയാവും. അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ 2 മിനിറ്റ് കൂടി ഇതിനെ ഒന്നുകൂടെ കുക്ക് ചെയ്തു. അപ്പം നമ്മുടെ ചാറൊക്കെ പരുവത്തിനായി വന്നിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള നമ്മുടെ കശുവണ്ടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ചാറൊക്കെ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കശുവണ്ടി കറിയുടെ. അപ്പോൾ ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കശുവണ്ടി അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അതുവഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. അപ്പം ഇതുപോലുള്ള നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.